ഉംബ്രിയെ ഒരുമാതിരി ഉടായ്പാണെങ്കിലും പറഞ്ഞേ. ഇന്ന് നിങ്ങൾക്ക് വയറിറച്ചി കോഴിയിറച്ചി തന്നില്ലെങ്കിൽ എന്റെ പേര് പട്ടി കിട്ടോ. എന്നിട്ട് വേണം ആ പട്ടിയുടെ കടി ഞങ്ങൾ മേടിക്കാം. ഒന്ന് പോടാ. നീ വിഷയമൊന്നും മാറ്റണ്ട. എവിടുന്നാ ചിക്കൻ അത് പറ. അത് നിങ്ങൾ അറിയണ്ട. നിങ്ങൾ അടുപ്പും ബാക്കി കാര്യങ്ങളും ശരിയാക്കി വെക്കുക. 10 കിലോ കോഴിയുമായി ഞാൻ ഉടനെത്തും. നീ എന്തിനാടാ മെഗാ സീരിയൽ നായകന്മാരെ പോയിരുന്ന് കരയുന്നത്? ഉംബ്രി ഇപ്പൊ എത്തോടാ. ഒന്ന് പോയേ. ഈ സവാള കണ്ട് ഗ്ലിസറിൻ വെച്ചുണ്ടാക്കിയാന്ന് തോന്നുന്നു. അടുപ്പുൾപ്പെടെ എല്ലാം റെഡിയാ. ഉംബ്രിയെ കാണുന്നില്ല. ഞാൻ എന്റെ പ്രതിജ്ഞ നിറവേറ്റിയിരിക്കുന്നു. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ കോഴി. ഇത് എവിടുന്ന് മേടിച്ചാടാ ഇത്? ആ സംശയിക്കണ്ട. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇത് വിലാസിന്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നെ. ഇത് ഒരു 4-4.5 കിലോ കാണും. അത് നിന്റെ ഇരിക്കുമ്പോ ഇത് കഷ്ടിച്ച് 1 കിലോ ഉള്ളല്ലോടാ. സംസാരിച്ച് സമയം കളയണ്ട. എന്തായാലും വേഗം റെഡിയാക്ക്. എന്തായാലും ചിക്കൻ ഉണ്ടാക്കാൻ പോവല്ലേ. ഞാനിത് മൊബൈലിലെടുത്ത് യൂട്യൂബിലിടാം. ഇപ്പം എല്ലാ അണ്ടനും അടകൂടനും യൂട്യൂബ് ചാനൽ തുടങ്ങല്ലേ. എന്നാ ശരി, ഞാൻ തന്നെ തുടങ്ങാം. ചിലപ്പോ കോഴി വയറ്റിലാകും മുമ്പ് വീഡിയോ വൈറലായാലോ. കോഴി എങ്ങിതാ. മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കൊള്ളാം. ഇന്ന് സ്വാദിഷ്ടമായ ചിക്കൻ കറിയുടെ സർസിപിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. സൂപ്പർ. എന്തുവാ സർ സി പി യു? എന്തായാലും ആട്ടോ, എന്ത് കാണിച്ചാലും വയറില്ല. ഈ കുഞ്ഞൻ കോഴിയിലേക്ക് നമ്മൾ ഈ കത്തി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഇതിലേക്ക് മുളക്, മഞ്ഞൾ, മസാല ഇവയൊക്കെ അപ്ലൈ ചെയ്യുന്ന വിധം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായിരിക്കുകയാണ്.